വചനധ്യാനത്തിനായി അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഐ എം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് സഫർഗൻ മെത്രാപ്പോലിത്ത തിരുമേനി, വികാരി ജനറൽ അച്ഛന്മാർ, ബഹുമാനപ്പെട്ട വൈദികർ, പ്രിയപ്പെട്ട ശമ്മാശൻ, മാതാപിതാക്കളെ, യുവ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. പരിഭാവനമായ ശ്രേഷ്ഠ പദവിയിലേക്ക് ദൈവകരുണയാൽ നിയോഗിക്കപ്പെടുന്ന സജൻ മാത്യു ഷമ്മാശന് പ്രാർത്ഥനാപൂർവമായ ആശംസകൾ നേരട്ടെ. ഏറിയ നാളുകളിലെ പ്രാർത്ഥന, കാത്തിരിപ്പ് ഇന്ന് സഫലമാകുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാളിതുവരെയുള്ള ജീവിതത്തിൽ വൈദികനാകുക എന്ന സ്വപ്നം നിവർത്തിക്കുവാൻ ഷമ്മാശനും കുടുംബവും പ്രാർത്ഥനാപൂർവം നടന്നു നീങ്ങിയ ജീവിത അനുഭവങ്ങൾക്ക് അനുഗ്രഹീതമായ ഒരു നിറച്ചാർത്ത് ലഭ്യമാകുന്ന സമയം. മാമോദിസ ശുശ്രൂഷ മുതൽ അനുഗ്രഹീതമായി ശുശ്രൂഷ വരെ നടത്തി ആത്മീയ പരിപാലനം നൽകിയ ബഹുമാനപ്പെട്ട വൈദികർ, സൺഡേ സ്കൂൾ അധ്യാപകർ, സെൻറ്റ് മേരീസ് സ്കൂൾ മുതൽ ധർമ്മജ്യോതി വിദ്യാപീഠ് വരെ ഷമ്മാശനെ നയിച്ച അധ്യാപകർ, എല്ലാവരെയും നന്ദിയോടെ ഓർക്കേണ്ട സമയം. മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ കൂദാശകളുടെയും വചനത്തിൻ്റെയും കലവറ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ മറക്കാതെ ഓർക്കുക, ഇതൊരു സ്വപ്ന സാക്ഷാത്കാരമല്ല, മറിച്ച് നിയോഗ വഴിയിലേക്കുള്ള ഒരു കാൽവയ്പ് മാത്രമാണ്. നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിനോട് ചേർന്നുള്ള സാഹസികമായ എടുത്തുചാട്ടമാണിത്. നമുക്ക് മുമ്പേ അനുഗ്രഹീതരായ അഭിഷിക്തർ നടന്നു നീങ്ങിയ വഴിയിലേക്കുള്ള ക്ഷണമാണ്. വചനത്തെയും പ്രാർത്ഥനയെയും നെഞ്ചോട് ചേർത്ത പൂർവ്വ മാതാപിതാക്കൾ നടന്ന് നീങ്ങിയ കനൽ വഴികളിലേക്കുള്ള നിയോഗം കൂടിയാണിത്. ഈ ശുശ്രൂഷയിൽ വചനധ്യാനത്തിന് എനിക്ക് നൽകിയ അവസരം നൽകിയ അഭിവന്യ തിരുമേനിമാരോടുള്ള നന്ദി പ്രകാശിപ്പിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിൽ വെച്ച് AD 56-58 കാലയളവിൽ എഴുതിയ ലേഖനമാണ് റോമർക്ക് എഴുതിയ ലേഖനം. ഈ ലേഖനത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം ഏറെ പ്രസക്തി അർഹിക്കുന്നു. യഹൂദ സമൂഹത്തിന്മേലുള്ള റോമ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യം എല്ലാ അർത്ഥത്തിലും സാധാരണ ജനസമൂഹത്തെ ദുരിതത്തിലാക്കി. ഏക സത്യദൈവത്തെ മാത്രം ഭജിച്ചു വന്ന അബ്രഹാമിൻ്റെ പൈതൃകത്തിൻ്റെ പിന്തുടർച്ചക്കാർക്ക് ആരാധന സ്വാതന്ത്ര്യത്തിന് പോലും വിലക്ക് നേരിടേണ്ടി വരുന്നു. തങ്ങളുടെ അസ്തിത്വത്തെ എല്ലാ അർത്ഥത്തിലും നിയന്ത്രിച്ചു വന്ന ആരാധന അവർക്ക് അന്യമാകുന്ന വേദനാജനകമായ സാഹചര്യം. ചക്രവർത്തിയെ ആരാധിക്കണം എന്നുള്ള മനഃപൂർവമായ കൽപ്പന നിലനിൽക്കുന്ന കാലം. നികുതി ഭാരങ്ങൾ കൂടുതലായി അടിച്ചേൽപ്പിക്കപ്പെട്ടതിനാൽ ഒന്ന് നിവർന്നു നിൽക്കുവാൻ പോലും കഴിയാതെ വല്ലാതെ കൂനിയായി പോയ സാധാരണ മനുഷ്യർ. കടക്കണി തുടർക്കാഴ്ചയാകുന്ന ജീവിതം ദുരിതക്കയമാണ് എല്ലാ അർത്ഥത്തിലും. രാഷ്ട്രീയ ഇച്ഛാശക്തി നഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ നിലനിൽപ്പിനായി ഇരുളിൻ്റെ ശക്തികളോട് കൂട്ടുപിടിക്കേണ്ടി വന്ന സംഘടിത മതബോധ വിചാരം. പലതിനോടും സന്ധി ചെയ്ത് ദിശാബോധം നഷ്ടപ്പെട്ട പുരോഹിത സമൂഹം. ഇതിൻ്റെ നടുവിൽ യേശുക്രിസ്തുവിൽ മുഴങ്ങിക്കേട്ട ദൈവരാജ്യം എല്ലാ അർത്ഥത്തിലും പ്രസക്തമാണ്. 3 ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. 1, വൈദികൻ അദമ്യമായ ദൈവസ്നേഹത്തിൻ്റെ വാഹകൻ. പ്രീസ്റ്റ്, ബെയറർ ഓഫ് ദ ഇൻഎക്സോസ്റ്റബിൾ ലവ് ഓഫ് ഗോഡ്. അദമ്യമായ ദൈവനിയോഗത്തിൻ്റെ വാഹകൻ. കാലഘട്ടം സങ്കീർണമാകുമ്പോൾ നിസ്സംഗതയുടെയും നിശബ്ദതയുടെയും കാവലാളായി മാറുവാൻ വിളിക്കപ്പെട്ടവനല്ല വൈദികൻ, മറിച്ച് സങ്കീർണതയുടെയും
കലങ്ങി മറിയുന്ന സാമൂഹിക പരിസരങ്ങളുടെ നടുവിൽ കാലഘട്ടത്തെ അപഗ്രഥിച്ച് ദൈവ സ്നേഹത്തിൻ്റെ വാഹകനായി നിലകൊള്ളുവാൻ വിളിക്കപ്പെട്ടവനാണ് വൈദികൻ. ചക്രവർത്തി ദൈവപുത്രൻ എന്ന നിലയിൽ ഇമ്പീരിയൽ കൾട്ട് വ്യാപകമായി പരന്ന കാലഘട്ടം. ചക്രവർത്തിക്ക് സ്തുതിപാഠക വൃന്ദം വാഴ്ത്തിപ്പാട്ട് നൽകി ആദരിക്കുന്ന കാലം. സീസർ കർത്താവാണ്, സീസർ ഈസ് ലോഡ് എന്ന് പറഞ്ഞ സീസർ എന്ന ആൾദൈവത്തെ പരമാധികാരിയായി കൽപ്പിച്ച് ജനം വണങ്ങുന്ന കാലഘട്ടം. ഇതിൻ്റെ നടുവിൽ പൗലോസ് തെളിമയോടെ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തു എന്ന സത്യ നിർമ്മല സുവിശേഷത്തെ ധൈര്യപൂർവം പൊതുമധ്യത്തിൽ പ്രഖ്യാപിക്കുന്നു. സാമ്രാജ്യ ശക്തികൾ പ്രകടമാക്കിയ അടയാളമാണ് സീസർ എന്ന ആൾദൈവം, അദൈവം. റോമ സാമ്രാജ്യത്വത്തിൽ ചക്രവർത്തിയുടെ ജനനം, സൈനിക വിജയം, പുതിയ ഭരണാധികാരിയുടെ സ്ഥാനാരോഹണം എന്നിവ കടന്നു വരുമ്പോൾ സാധാരണയായി ഉപയോഗിക്കുന്ന പദമാണ് ഇവാഞ്ചലിയോൺ. ഇവാഞ്ചലിയോൺ എന്ന ഗ്രീക്ക് പദം ഗുഡ് ന്യൂസ്, സദ്വർത്തമാനം, സുവിശേഷം എന്നർത്ഥം. എന്നാൽ ഇതിൻ്റെ നടുവിൽ യേശുക്രിസ്തു എന്ന സദ്വർത്തമാനത്തെ പരസ്യമായി പ്രഖ്യാപിക്കുന്നതിലൂടെ അദൈവങ്ങൾക്കെതിരെയുള്ള ശക്തമായ താക്കീതാണ്. കലർപ്പില്ലാത്ത, ഒന്നിനോടും സന്ധി ചെയ്യാത്ത, ജീവൻ പോലും നഷ്ടപ്പെടാനുള്ള സാഹചര്യത്തിന് നടുവിൽ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന പൗലോസിൻ്റെ പ്രഖ്യാപനം, അത് മാത്രമല്ല അതറിയിക്കുന്നതിൽ ഞാൻ കടക്കാരനാണ് എന്ന പ്രയോഗം ക്രിസ്തു വിശ്വാസത്തെ എത്രത്തോളം നമ്മുടെ നിയോഗമായി ഏറ്റെടുക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അധികാര കേന്ദ്രങ്ങൾ മനുഷ്യരുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയും ദരിദ്രരെ അരികുകളിലേക്ക്, പാർശ്വങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഇന്നിൻ്റെ സാഹചര്യത്തിൽ യേശുവിന് വേണ്ടി തനിച്ചായി നിലകൊള്ളേണ്ടി വരുമ്പോഴും തൻ്റെ നിലപാടിൽ കലർപ്പില്ലാതെ ശക്തമായി റോമ സാമ്രാജ്യ ശക്തികൾക്കെതിരെ സുവിശേഷ പ്രസംഗകനായി യേശുവിനെ പരിചയപ്പെടുത്തുന്നു. 1800കളിൽ അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് മിഷൻ നോർത്ത് ഈസ്റ്റ് മേഖലകളിൽ ദൗത്യത്തിനായി എത്തപ്പെട്ടപ്പോൾ സുവിശേഷത്താൽ സ്വാധീനിക്കപ്പെട്ട ഒരു വ്യക്തി ക്രൈസ്തവ വിശ്വാസത്തെ നെഞ്ചോട് ചേർത്തു. അവിടെയുള്ള ഗ്രാമത്തലവനും ഗ്രാമവാസികളും ഊരുവിലക്ക് ഏർപ്പെടുത്തി. എല്ലാ അർത്ഥത്തിലും തൻ്റെ വിശ്വാസത്തെ ത്യജിച്ച് കളയത്തക്ക വിധത്തിൽ സാമൂഹിക പരിസരം രൂപപ്പെട്ടു. ഇതൊന്നും അദ്ദേഹത്തെ ക്രിസ്തു വിശ്വാസത്തെ പരസ്യമായി ത്യജിക്കുന്നതിന് അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തെ കുടുംബത്തെ കൊല്ലുമെന്ന് പറഞ്ഞു, മക്കളെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. ഇതൊന്നും അദ്ദേഹത്തെ തളർത്തിയില്ല. അദ്ദേഹം തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് ഇംഗ്ലീഷ് പരിഭാഷ ഇപ്രകാരമാണ്: Though no one joins me, still I will follow. No turning back, no turning back. I have decided to follow Jesus. No turning back, no turning back. യേശുക്രിസ്തുവിൻ്റെ ശബ്ദമായി നിലകൊള്ളുവാൻ വിളിക്കപ്പെട്ടവനാണ് വൈദികൻ. സുവിശേഷം ഒരാവേശമായി, തീവ്രമായ അഭിവാഞ്ചയായി എന്നും ഉള്ളിൽ സൂക്ഷിക്കണം. കടക്കാരൻ എന്ന പ്രയോഗം ചെയ്തു തീർക്കുവാൻ ഏറെയുണ്ട് എന്നുള്ള അർത്ഥമാണ് ഈ ഭാഗത്ത് നൽകുന്നത്. ഏണസ്റ്റ് ഷാക്കിൾട്ടൺ എന്ന സൗത്ത് പോൾ എക്സ്പ്ലോറർ തൻ്റെ സാഹസികമായ ദൗത്യത്തിന് ആ ദൗത്യത്തിൻ്റെ പ്രത്യേകത അറിയിച്ചുകൊണ്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇപ്രകാരമാണ്: പീപ്പിൾ വാണ്ടഡ് ഫോർ ഹസാഡസ് ജേർണി, സ്മോൾ വേജ്, തുച്ഛ ശമ്പളം, ബിറ്റർ കോൾഡ്, കൊടും ശൈത്യം, കോൺസ്റ്റന്റ് ഡേഞ്ചർ, തുടർച്ചയായുള്ള അപകടം, കണ്ടിന്യൂസ് ഡാർക്ക്നെസ്, കുറ്റാക്കൂരിട്ട്, സേഫ് റിട്ടേൺ ഡൗട്ട്ഫുൾ, മടങ്ങി വരുവാനുള്ള പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സമയം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ നിർമ്മല സുവിശേഷത്തെ പ്രഖ്യാപിക്കുമ്പോൾ കുരിശ് മുൻപിൽ തെളിവായി ഉണ്ട്. ശമ്മാശൻ ഇത് മറന്നു പോകരുത്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്നുള്ള പൗലോസിൻ്റെ പരസ്യ പ്രഖ്യാപനം ജീവൻ നഷ്ടപ്പെടുന്ന ഇടങ്ങളിൽ വ്യക്തതയോടുകൂടിയാണ് എന്നുള്ളത് മറക്കാതെ ഓർക്കുക. കഹനീത്ത ക്രമത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്:
പ്രിയമുള്ളവരെ, നമ്മുടെ പട്ടക്കാരൻ ഇതാ യാത്രയാകുന്നു. കർത്താവിൻ്റെ വചനം അവൻ്റെ വായിൽ നിന്ന് എടുക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ശമാശൻ, പ്രാണൻ ദൈവത്തിൽ അലിയുന്നതുവരെ, റിപ്പീറ്റ് ചെയ്യട്ടെ, പ്രാണൻ ദൈവത്തിൽ അലിയുന്നതുവരെ ആവേശത്തോടെ, ഉത്സാഹത്തോടെ, സമർപ്പണത്തോടെ യേശുവിനെ പരിചയപ്പെടുത്താൻ മടിക്കരുത്. ഇടർച്ച നേരിടുന്ന ഇടങ്ങളിൽ ഉറച്ച ബോധ്യത്തോടെ, തെളിമയോടെ പ്രഖ്യാപിക്കണം, യേശുവിനെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. രണ്ടാമത്തെ ചിന്ത, വൈദികൻ മുറിവേറ്റ ലോകത്തിൽ നിരന്തരം മുറിവേൽക്കാനായി നിയോഗിക്കപ്പെടുന്നവൻ. Priest, one who is commissioned to be continually wounded in the wounded world. മുറിവേറ്റ ലോകത്തിൽ മുറിവേൽക്കാനായി നിരന്തരം നിയോഗിക്കപ്പെടുന്നവൻ. ലോകം രൂപപ്പെടുത്തുന്ന രീതിശാസ്ത്രങ്ങളെയും ചിന്താധാരകൾക്കും അനുസരിച്ചുള്ള പ്രയാണം ആയാസരഹിതം എന്നതുകൊണ്ട് തന്നെ തികച്ചും ആകർഷണീയമാണ്. പ്രബലമായ സംഘടിത മതബോധ വിചാരം എപ്പോഴും ഇതിനോട് ചേർന്ന് നിന്ന് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഒരു പരിധിവരെ ശ്രമിക്കും. യേശുക്രിസ്തു ഉയർത്തിപ്പിടിച്ച ദൈവരാജ്യം കാലഘട്ടത്തിൻ്റെ പുഴുക്കുത്തുകളെ പ്രതിരോധിക്കുന്നതും കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കുന്നതുമായിരുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദ വർഷം അറിയിപ്പാനും എന്നെ നിയോഗിച്ചിരിക്കുന്നു. ഈ നിയോഗത്തിൻ്റെ പിന്തുടർച്ചയിലേക്കാണ് പ്രിയപ്പെട്ട ശമാശൻ നിയോഗിതനാകുന്നത് എന്നുള്ളത് മറക്കാതെ ഓർക്കുക. പ്രബലമായ രാഷ്ട്രീയ മേധാവിത്വ ശക്തികൾ രൂപപ്പെടുത്തിയ ജീവിതക്രമങ്ങൾക്ക് മുമ്പിൽ തികച്ചും വ്യത്യസ്തവും വേറിട്ടതുമായ ജീവിത മൂല്യങ്ങൾ യേശുക്രിസ്തു ഉയർത്തിപ്പിടിച്ചു. താൻ ഉയർത്തിയ ജീവിത ദർശനങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു നൽകിയ വിലയും കനത്തതായിരുന്നു. ഇരുളിൻ്റെ ശക്തികൾ യേശുവിനെ പരസ്യമായി കൊന്നു. ആദർശങ്ങളും ധാർമ്മികതയും ലാളിത്യവും ജീവിതത്തിൻ്റെ വ്രതമാക്കി നിലനിർത്തുക എന്നത് അത്യന്തം ശ്രമകരമായ ഒന്നാണ്. റോമൻ ആധിപത്യം ഉയർത്തിയ ഭരണബോധക്രമങ്ങൾക്കിടയിൽ ഞെരിഞ്ഞമരുന്ന ജീവിതങ്ങളുടെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നത് തന്നെ പരസ്യമായ ശക്തമായ പ്രതിരോധമാണ്. ക്രിസ്തു ജീവിതത്തിൻ്റെ പ്രായോഗികതയെ നെഞ്ചോട് ചേർക്കുവാനുള്ള ആഹ്വാനം വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മുറിവേറ്റ ലോകത്തിൽ മുറിവേൽക്കാനുള്ള നിരന്തരം നിയോഗമാണ് യേശു കർത്താവ് ഈ ശുശ്രൂഷയിലൂടെ, സഭയിലൂടെ ശമ്മാശനിലേക്ക് കൈവരുന്നത്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അല്പം കൂടെ വ്യക്തതയോടുകൂടെ ഇതിനെ പ്രതിപാദിക്കുന്നുണ്ട്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവവും അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം എപ്പോഴും വഹിക്കുന്നു. കാലഘട്ടം നൽകുന്ന സുഖങ്ങളുടെ നടുവിൽ സൗകര്യപൂർവ്വം നാം ഉപയോഗിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? ആരാണ് എൻ്റെ അയൽക്കാരൻ? ആരാണ് എൻ്റെ കൂട്ടുകാരൻ? പ്രിയപ്പെട്ട ശമാശൻ, അയൽക്കാരനെ മറന്ന്, സഹോദരങ്ങളെ മറന്ന്, വിശക്കുന്നവരെ മറന്ന്, ഒറ്റപ്പെടുന്നവരെ മറന്ന്, സർവാത്മാ ദൈവം ഭരമേൽപ്പിച്ച ജനത്തെ മറന്ന് ഉള്ള യാത്ര ക്രിസ്തുവിനെ അവഗണിച്ചുള്ള യാത്രയാണ്. ഭരണബോധ വിചാരങ്ങൾക്കെതിരെ ഒന്ന് ശബ്ദിക്കുവാൻ പോലും കഴിയാതെ നിസ്സഹായതയുടെ നടുവിൽ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്നുള്ള പൗലോസിൻ്റെ പ്രഖ്യാപനം യേശു ക്രിസ്തു എന്ന നല്ല വർത്തമാനത്തിൻ്റെ ഇന്നിൻ്റെ പ്രായോഗികത തേടിയുള്ള സഞ്ചാരമാണ്. ശമാശൻ എപ്പോഴും ചോദിക്കണം, വെയർ ഈസ് ജീസസ് ക്രൈസ്റ്റ്? യേശു ഇന്ന് എവിടെയാണ്? ഈ ചോദ്യം ശ്വാസം കർത്താവിലേക്ക് അലിയുന്നതുവരെ നിരന്തരം ചോദിക്കണം. ക്രിസ്തു ഇന്ന് എവിടെയാണ്? ദരിദ്രരോടുകൂടെ, ഒറ്റപ്പെടുന്നവരോടുകൂടെ. കൽക്കട്ടയുടെ തെരുവീഥികളിൽ മദർ തെരേസ നടത്തിയ അനുഗ്രഹീതമായ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ക്ലൈമാക്സിൽ മദർ തെരേസ ഇപ്രകാരം പറയുന്നുണ്ട്:
ഓരോ കുഷ്ഠരോഗിയും ഓരോ ജീവിതങ്ങളല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ മുഖമാണ് അവരിൽ എനിക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട ശമ്മാശൻ, ഒറ്റപ്പെടുന്നവർ, ലഹരിയുടെ ഉപയോഗത്തിന് അടിമപ്പെടുന്നവർ, കുടുംബ ബന്ധങ്ങളിൽ മുറിവേൽക്കുന്നവർ, വിവിധ കാരണങ്ങളാൽ തനിച്ചാകുന്നവർ, ജീവിത പങ്കാളികളെ നഷ്ടപ്പെട്ട് മുറിക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്ന പ്രിയപ്പെട്ടവർ, ഇവരൊക്കെ നമ്മുടെ ഇടവകയുടെ പരിസരങ്ങളിലും ഇടവകളിലും യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കരുത്. ഈ യാഥാർത്ഥ്യങ്ങളുടെ നടുവിൽ ക്രിസ്തുവിൻ്റെ മനസ്സുള്ള വൈദികനായി സഹചരുടെ കണ്ണീരൊപ്പാൻ പ്രിയപ്പെട്ട ശമ്മാശന് കഴിയണം. മുറിവേറ്റ ലോകത്തിൽ മുറിവേൽക്കാനായി നിരന്തരം നിയോഗിക്കപ്പെടുന്ന വൈദികൻ. മൂന്നാമതായി, വൈദികൻ നിത്യതയുടെ ഉണർത്തുപാട്ട് ആലപിക്കേണ്ടവൻ. പ്രീസ്റ്റ്, one who is called to sing the awakening song of eternity. നിത്യതയുടെ ഉണർത്തുപാട്ട് ആലപിക്കേണ്ടവൻ. യേശുവിൻ്റെ അനുയായികൾക്ക് 1-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലങ്ങളിലൊന്നും സംഘടിത മതബോധത്തിൻ്റെ ആടയാഭരണങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാ അർത്ഥത്തിലും ന്യൂനപക്ഷമാണ്, നിരന്തരം വേട്ടയാക്കപ്പെടുകയാണ്, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പേരിൽ മുറിവേൽക്കപ്പെടുകയാണ്. ഇതിൻ്റെ നടുവിൽ ന്യൂനപക്ഷമായ സമൂഹം ഉയർപ്പിൻ്റെ ശ്രേഷ്ഠമായ സന്തോഷം പങ്കുവയ്ക്കുന്നു. പുതിയൊരു ജീവൻ്റെ വർത്തമാനം ഇവിടെ ഒതുങ്ങുന്നതല്ല, മറിച്ച് നിത്യത വരെ എത്തുന്ന ശക്തമായ ഒരു ജീവിതക്രമം. ക്രിസ്തു വിശ്വാസി എന്നതിൻ്റെ പേരിൽ അവഹേളനം, പീഡനം, വേട്ടയാടൽ എന്നിവയിലൂടെ ഏൽക്കപ്പെടുന്ന ഉപദ്രവം ചില്ലറയല്ല. എന്നിരുന്നാലും പുതുജീവൻ്റെ നാമ്പിനെ കെടുത്തുവാൻ, പ്രതിരോധിപ്പാൻ ഇതൊന്നും പര്യാപ്തമല്ല. പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചാലും അകമയുള്ളവൻ ഓരോ ദിനവും കരുത്താർജിക്കുന്നു. പുറമെയുള്ളവൻ ക്ഷയിക്കുമ്പോഴും അകമയുള്ളവൻ പുതുക്കപ്പെടുകയാണ്. ഇല്ലാതാക്കുവാൻ നിരന്തരം ശ്രമിക്കുമ്പോഴും പുതുജീവൻ്റെ പ്രത്യാശയുടെ അനുഭവം. എക്ലീസിയ വിളിക്കപ്പെട്ടവരുടെ ഗണമാണ്, നിയോഗിത സമൂഹമാണ്. കാലഘട്ടം നിസ്സംഗതയുടെയും നിശബ്ദതയുടെയും വിലാപ കാവ്യം ചമയ്ക്കുമ്പോൾ പ്രത്യാശയുടെ ഉണർത്തുപാട്ട് ആലപിക്കേണ്ട നിയോഗിതനായവരാണ് സഭ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന ശക്തമായ ആഹ്വാനം പ്രത്യാശയോടുകൂടെ നിലകൊള്ളുവാൻ നമ്മെ നിരന്തരം നിർബന്ധിക്കുന്ന ഒരു ജീവിതക്രമമാണ്. ഒന്നിനോടും സന്ധി ചെയ്യാതെയുള്ള, തികഞ്ഞ ദൈവാന്വേഷണത്തിനായുള്ള തെളിമയോടുകൂടിയുള്ള ഒരു പ്രയാണമാണ് അത് നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്. ഇവിടെ നമുക്ക് മുമ്പിൽ നടന്നുപോയ അനേക ജീവിതങ്ങളുണ്ട്. പരിമിതിയുടെയും വറുതിയുടെയും കഷ്ടപ്പാടിൻ്റെ നടുവിൽ സഭയിലൂടെ പ്രേക്ഷിത ദൗത്യം നിർവഹിച്ച അനേക വൈദികർ നമുക്ക് മുമ്പിൽ തെളിവായുണ്ട്. 2 അച്ഛന്മാരുടെ പേര് പരാമർശിക്കട്ടെ. കൊടും ശൈത്യത്തിൻ്റെ നടുവിൽ ക്രിസ്തുവിനെ ഉയർത്തിയ റവറൻ എ.കെ. ജോർജ്, കണ്ടുമുട്ടുന്നവരോട് ക്രിസ്തുവിൻ്റെ സുവിശേഷം പങ്കിട്ട റവറൻ ഇ.ജെ. ജോർജ് അച്ഛൻ. ഇവർ രണ്ടുപേരും പ്രിയപ്പെട്ട ശമ്മാശൻ്റെ നിയോഗ വഴിയാത്രയിൽ ഒരു സ്വാധീനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരമാധികാരിയായി റോമൻ സാമ്രാജ്യ ശക്തികൾ നിലകൊള്ളുമ്പോഴും അതിൻ്റെ ക്ഷണികതയെ മനസ്സിലാക്കി പൗലോസ് നടത്തുന്ന വെറുമൊരു പ്രസ്താവനയല്ല ഇത്, മറിച്ച് ആഴമായ ദൈവവിശ്വാസത്തോടുകൂടിയുള്ള പരസ്യമായ പ്രഖ്യാപനമാണ്. നശ്വരമായതിൻ്റെ മായാക്കാഴ്ചയിൽ ഉള്ളിലെ ദർശനങ്ങൾ അടിയറവ് വയ്ക്കുകയല്ല, മറിച്ച് ശക്തമായ വിശ്വാസത്തിൻ്റെ പുതുവാതായനത്തേക്കുള്ള ഒരു തുറവിയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ വൈദികനിലേക്ക് എത്തപ്പെടുന്നത് ആത്യന്തികമായി നിലനിൽക്കുന്ന ഘനമായതിനെ ചേർത്ത് നിർത്താനുള്ള ക്ഷണമാണ്. പരിഹരിക്കപ്പെടാനാവാത്ത പ്രശ്നങ്ങളുടെ നടുവിൽ പ്രത്യാശയുടെ ഉണർത്തുപാട്ട് ആലപിക്കേണ്ട വൈദികരിൽ സമൂഹത്തിന് ഇന്നും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. പരിചിതമായ ഒരു ഇല്ലുസ്ട്രേഷൻ എന്നെ സ്വാധീനിച്ചത് പങ്കുവയ്ക്കട്ടെ. ഏറിയ മൂടൽമഞ്ഞ് പ്രകൃതിയിൽ പരന്ന ഒരു പ്രഭാതം. വിശുദ്ധ കുർബാന അർപ്പണത്തിനായി ഹൈറേഞ്ചിലേക്ക് വൈദികൻ തൻ്റെ ബൈക്കിൽ യാത്ര ചെയ്യുകയാണ്. മഞ്ഞിൻ്റെ കണികകൾ തൻ്റെ യാത്രയ്ക്ക് സാരമായ മങ്ങലേൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുൻപിൽ വീണ് കിടന്ന മരച്ചില്ല അദ്ദേഹം ശ്രദ്ധിച്ചില്ല. മരത്തിൽ തട്ടി വൈദികൻ റോഡിലേക്ക് വീഴുകയാണ്.
റോഡിൽ വീണ അദ്ദേഹത്തിൻ്റെ ഞരക്കം ആരും ശ്രദ്ധിച്ചില്ല. എന്നാൽ പെട്ടെന്ന് അദ്ദേഹത്തിന് കാണുവാൻ കഴിഞ്ഞു, താൻ കിടക്കുന്ന അതേ ദിശയിൽ ഒരു വലിയ ലോറി കടന്നു വരുന്നു. അദ്ദേഹത്തിന് വ്യക്തമായി ബോധ്യപ്പെട്ടു, ഏതാനും നിമിഷം കഴിയുമ്പോൾ ഈ ലോറി തൻ്റെ ദേഹത്തൂടെ കയറി ഇറങ്ങി താൻ മരിക്കും. കാരണം അത്രമേൽ മൂടൽമഞ്ഞ് പരന്നിട്ടുണ്ട്. അദ്ദേഹം അവസാന സമയത്തേക്കുള്ള പ്രാർത്ഥന ചൊല്ലുകയാണ്. പ്രാർത്ഥന ചൊല്ലി കണ്ണു തുറന്നപ്പോൾ അദ്ദേഹം കാണുന്നത് കൊക്കയിലേക്ക് മറിഞ്ഞു കിടക്കുന്ന ലോറിയാണ്. എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ അദ്ദേഹം പരിക്ക് സാരമല്ലാത്തതിനാൽ അവിടെ നിന്ന് മാറുകയാണ്. ആൾക്കൂട്ടം കൂടി ലോറി തിരിച്ച് എത്തിക്കുവാനുള്ള ശ്രമം നടത്തി. കുറേ കഴിഞ്ഞപ്പോൾ, കുറേ ദിവസം പിന്നിട്ടപ്പോൾ ഇടവകയിലെ ഒരു വ്യക്തി പറഞ്ഞു, അച്ഛാ, ലോറി ഓടിച്ച ഡ്രൈവർ ഇപ്പോൾ ഭവനത്തിലെത്തിയിട്ടുണ്ട്. അച്ഛൻ ആ വാഹനം ഓടിച്ച വ്യക്തിയെ കാണുവാൻ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരം പിടിച്ച്, തനിക്ക് വീണ്ടും ഒരു ജന്മം നൽകിയ ഈ ലോറി ഡ്രൈവറുടെ കരം പിടിച്ച് ആ വൈദികൻ ഒരു ചോദ്യം ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് കൊക്കയിലേക്ക് തങ്ങളുടെ വാഹനം മറിഞ്ഞത്? അദ്ദേഹം അച്ഛൻ്റെ കരം പിടിച്ച് കണ്ണു നിറഞ്ഞ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വൈദികരായ നാം എല്ലാവരും അന്ത്യത്തോളം സൂക്ഷിക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റാണ്. അതിപ്രകാരമാണ്, അച്ഛാ, വാഹനം മറിഞ്ഞതല്ല, ഞാൻ മറിച്ചതാണ്. വാഹനം മറിഞ്ഞതല്ല, ഞാൻ മറിച്ചതാണ്. ചെറിയ മൂടൽ മഞ്ഞിൽ വാഹനം ഓടിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, വെള്ളക്കുപ്പായധാരിയായ ഒരു വൈദികൻ റോഡിൽ കിടക്കുന്നു. എനിക്ക് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി നിരങ്ങി അച്ഛൻ്റെ ദേഹത്ത് വരും. എനിക്ക് ആകെ കൂടെ ചെയ്യാൻ പറ്റുന്നത് വണ്ടി വെട്ടിച്ചു മാറ്റുക എന്നുള്ളത് മാത്രം. കൊക്കയിലേക്ക് വണ്ടി പതിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്നു, ഒരു ഡ്രൈവർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഇത്രമേലുള്ള സ്വാധീനമേ ഉള്ളൂ. എന്നാൽ കാലത്തിനും സമൂഹത്തിനും സഭയ്ക്കും സംഭാവന നൽകുവാൻ നിയോഗിക്കപ്പെട്ട അഭിഷക്തനായ ഒരു വൈദികൻ മാറിയാൽ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പോറൽ വളരെ വലുതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും സമൂഹത്തിന് വൈദികരിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തു എന്ന നിർമ്മല സുവിശേഷത്തെ വ്യക്തതയോടുകൂടെ ശക്തമായി പ്രസംഗിക്കേണ്ടവർ, മുറിവേറ്റ ഇടങ്ങളിൽ മുറിവുണക്കാൻ നിയോഗിതർ, നിത്യതയുടെ ഉണർത്തുപാട്ട് ആലപിക്കേണ്ടവർ. പ്രിയപ്പെട്ട ശമ്മാശൻ, ആയാസരഹിതമായ ഒന്നല്ല വൈദിക ശുശ്രൂഷ. യേശുക്രിസ്തുവിലുള്ള ആഴമായ ഒട്ടിച്ചേരലിലൂടെ മാത്രമേ ഇത് നേടിയെടുക്കാൻ കഴിയൂ. ബലഹീനമായ നമ്മുടെ മൺകൂടാരങ്ങളിൽ മേൽ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി പകരുമ്പോൾ മാത്രമാണ് ഈ മൺകൂടാരത്തിലുള്ള നിയോഗങ്ങൾ ഫലപ്രാപ്തി കൈവരുത്തുകയുള്ളൂ. പട്ടംകോട ശുശ്രൂഷയിൽ ആലപിക്കുന്ന ഒരു പാട്ടിൻ്റെ വരികൾ, നിത്യമുഷസ്സിലും അന്തിയിലും പ്രാർത്ഥിപ്പോരുവരാവണം. മറ്റൊരു പ്രാർത്ഥനയാണ്, പരിശുദ്ധാത്മ നൽവരത്തിൽ നിന്ന് ഇവരെ മുടക്കരുതേ. മറ്റൊരു പ്രാർത്ഥനയാണ്, തിരുസഭയ്ക്ക് ഇവർ ഒരു ഇടർച്ചയാവരുതേ. ഈ പ്രാർത്ഥനകൾ ആഴമായ സമർപ്പണം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്, നിജപുത്രനായ തീമോത്തിയോസിനോട് പറയുന്നു, എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള വിശ്വാസം ജ്വലിക്കണം. അഭിവന്യ തിരുമേനിയുടെ കരങ്ങളാൽ നമ്മിലേക്ക് പകരപ്പെടുന്ന ദൈവകൃപയുടെ വ്യാപാരം ജ്വലിപ്പിക്കുക എന്നുള്ള നിയോഗം നമ്മിലുണ്ട് എന്നുള്ളത് എപ്പോഴും ഓർക്കുക. എൻ്റെ ശുശ്രൂഷയെ സ്വാധീനിച്ച ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛൻ്റെ സാന്നിധ്യം ഞാൻ അക്നോളജ് ചെയ്യട്ടെ. എപ്പിസ്കോപ്പൽ ജൂബിലി മന്ദിരത്തിൽ എൻ്റെ പ്രായോഗിക പരിശീലനം പൂർത്തിയാക്കി ഞാൻ അവിടെ നിന്ന് സെമിനാരിയിലേക്ക് പോകുമ്പോൾ എൻ്റെ കൈ പിടിച്ച് ജൂബിലി മന്ദിരത്തിൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ വെച്ച് അച്ഛൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇന്നും എന്നെ സ്വാധീനിക്കുന്നു. ഞാനത് പറയട്ടെ. പ്രിയപ്പെട്ട ജോസി, നാളെ നീ ഒരു വൈദികനാവും. വൈദികനായി നീ എത്തപ്പെടുമ്പോഴും കഴിവില്ലാത്തവനെന്ന് ലോകം പറഞ്ഞാൽ എനിക്ക് വിഷമമില്ല. എന്നാൽ അലസനായ ഉഴപ്പനായ ഒരു വൈദികനാണ് നീ എന്ന് പറഞ്ഞാൽ തകർന്നു പോകും, യേശുവും തോക്കും. ഉഴപ്പനായ ഒരു വൈദികൻ എന്നാൽ ഞാനും തകർന്നു പോകും, യേശുവും തോറ്റുപോകും. ദൈവവും സഭയും പ്രിയപ്പെട്ട ശമ്മാശൻ നമ്മെ വിശ്വസിച്ച് വലിയ നിയോഗങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തെ തെളിമയോടെ പ്രശോഭിതമാക്കാനാണ് ഈ നിയോഗം. ഒന്നും നടക്കില്ല, എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് ഇതിൻ്റെ നടുവിൽ പരിതപിച്ചിരിക്കുക എന്നുള്ളതല്ല നിയോഗം. മറിച്ച് നമുക്ക് മുമ്പിൽ
ക്രൂശിൽ വെളിവാക്കപ്പെട്ട ആഴമായ സ്നേഹത്തെ എന്തു വില കൊടുത്തും ജീവിതത്തിലൂടെ ചുറ്റുപാടിലേക്ക് എത്തിക്കുവാൻ നമുക്ക് കഴിയണം. വെല്ലുവിളികൾ ഏറെയാണെങ്കിലും പ്രിയപ്പെട്ട ഷമ്മാശൻ മറക്കരുത്, വിളിച്ചവൻ വിശ്വസ്തനാണ്. വിളിയോട് ആഴമായി പ്രതികരിക്കണം. മനുഷ്യൻ്റെ വേദനയുടെ നടുവിൽ മാറി നിൽക്കുക എന്നതിനപ്പുറത്ത് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച് സുവിശേഷത്തെ സംഗതമാക്കുന്ന ദിനചര്യകളുടെ ഭാഗമായി എളിയവരുടെ വിശപ്പകറ്റുവാൻ, വഴിയോരങ്ങളിൽ വിശ്രമിക്കുന്നവർക്ക് കൂര ക്രമീകരിപ്പാൻ, ആത്യന്തികമായി അർപ്പിതമായ വിശ്വാസ സമൂഹത്തെ നിത്യതയോളം കൊണ്ടെത്തിപ്പാൻ നമുക്ക് കഴിയണം. വിളിച്ചവൻ വിശ്വസ്തൻ, അവനത് നിർവഹിക്കും. ഒരു പാട്ടിൻ്റെ ഈരടികൾ പാടി ഞാൻ എൻ്റെ ധ്യാനം അവസാനിപ്പിക്കുകയാണ്. പൗലോസ് കൃത്യമായി പറയുന്നു, യേശുവിനെ കുറിച്ച് പറയുന്നതിൽ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പ്രിയപ്പെട്ടവരെ, ഈ നിയോഗ ശുശ്രൂഷയിൽ നമ്മുടെ പ്രാർത്ഥന അനിവാര്യമാണ്. ഈ പ്രാർത്ഥനയിലേക്കുള്ള നിയോഗം ദൈവകൃപയാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. കർത്താവ് ഈ നിയോഗത്തിന് പ്രിയപ്പെട്ട ഷമ്മാശന് കരുത്ത് നൽകി ശക്തീകരിക്കട്ടെ. ആമേൻ.